ഇന്ത്യയിലെ ഇന്ധന വിപണിയിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്നത് പെട്രോൾ E20 അഥവാ 20% എഥനോൾ കലർത്തിയ പെട്രോളാണ്. പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ഇന്ധന വിപ്ലവത്തിന്റെ പാതയിലാണ് ഇന്ത്യ എന്ന് അവകാശപ്പെടുമ്പോഴും ഇതിന്റെ മറുവശത്ത് സാധാരണക്കാരായ വാഹന ഉപഭോക്താക്കളെ വലിയ വെല്ലുവിളികളാണ് കാത്തിരിക്കുന്നത്. എന്താണ് ആ പ്രതിസന്ധി? പതിറ്റാണ്ടുകളായി എഥനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കുന്ന ബ്രസീലിൽ നിന്ന് ഇന്ത്യക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആദ്യം തന്നെ എന്താണ് ഈ എഥനോൾ ബ്ലെൻഡിംഗ് എന്ന് നോക്കാം. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം തടയാനും വേണ്ടിയാണ് പെട്രോളിൽ എഥനോൾ കലർത്താൻ ഇന്ത്യ തീരുമാനിക്കുന്നത്. കരിമ്പ്, ചോളം, കേടായ ധാന്യങ്ങൾ എന്നിവയിൽ നിന്നാണ് പ്രധാനമായും ഈ ജൈവ ഇന്ധനം നിർമ്മിക്കുന്നത്. ഇന്ത്യ യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് 2030 രാജ്യത്ത് E20 പെട്രോൾ പൂർണ്ണമായി നടപ്പിലാക്കാനായിരുന്നു. എന്നാൽ ലക്ഷ്യമിട്ടതിലും 5 വർഷം മുന്നേ തന്നെ, അതായത് 2025 തന്നെ ഇന്ത്യ ഈ 20% എഥനോൾ മിശ്രിതം എന്ന ചരിത്ര നേട്ടം കൈവരിച്ചു. ഈ ദ്രുതഗതിയിലുള്ള മാറ്റം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും വിദേശ നാണ്യ ലാഭത്തിനും വലിയ സംഭാവനയാണ് നൽകിയത്. ഏകദേശം 2 ലക്ഷം കോടിയോളം രൂപയുടെ വിദേശ നാണ്യമാണ് ഇതിലൂടെ രാജ്യത്തിന് ലഭിച്ചത്. പക്ഷേ ഇത്രയും വേഗതയിൽ ഈ മാറ്റം കൊണ്ടുവന്നപ്പോൾ സാധാരണക്കാരായ വാഹന ഉടമകളുടെ കാര്യത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചു. പ്രധാന പരാതി വണ്ടികളുടെ മൈലേജ് പെട്ടെന്ന് കുറയുന്നു എന്നതാണ്. ഇതിന് കൃത്യമായ ശാസ്ത്രീയ കാരണവുമുണ്ട്. സാധാരണ പെട്രോളുമായി താരതമ്യം ചെയ്യുമ്പോൾ എഥനോളിന് 28% ഊർജ്ജ സാന്ദ്രത അഥവാ കലോറിഫിക് വാല്യൂ കുറവാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന അളവിൽ എഥനോൾ അടങ്ങിയ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങളുടെ മൈലേജിൽ 10 മുതൽ 20% വരെ കുറവുണ്ടാകും. മറ്റൊരു പ്രധാന പ്രശ്നം എഞ്ചിന്റെ സുരക്ഷയാണ്. എഥനോൾ അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ വേഗത്തിൽ വലിച്ചെടുക്കുന്ന സ്വഭാവമുള്ള ഒന്നാണ്. ഇത് എഞ്ചിന്റെ ഭാഗങ്ങളിൽ തുരുമ്പെടുക്കാനും പഴയ വാഹനങ്ങളിലെ റബ്ബർ, പ്ലാസ്റ്റിക് ട്യൂബുകൾ എന്നിവ വേഗത്തിൽ നശിക്കാനും കാരണമാകും. നിലവിൽ നമ്മുടെ നിരത്തുകളിലുള്ള ഭൂരിഭാഗം പഴയ വണ്ടികളും ഈ ഇന്ധനത്തിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തവയാണ്. ഒരു മുൻകരുതലുകളും ഇല്ലാതെ പെട്ടെന്ന് ഈ വാഹനങ്ങളിലേക്ക് ഉയർന്ന അളവിൽ എഥനോൾ കലർന്ന പെട്രോൾ എത്തുമ്പോൾ അത് ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ബ്രസീൽ എന്ന രാജ്യത്തിന്റെ മാതൃകയിലേക്ക് നോക്കേണ്ടത്. എഥനോൾ ഉപയോഗത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകയാണ് ബ്രസീൽ. കഴിഞ്ഞ 50 വർഷങ്ങളായി വളരെ ആസൂത്രിതമായാണ് അവർ ഈ മാറ്റം കൊണ്ടുവന്നത്. ബ്രസീലിന്റെ വിജയത്തിന് പിന്നിൽ പ്രധാനമായും 3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഉപഭോക്താക്കൾക്കുള്ള തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമാണ്. ബ്രസീലിലെ ഒരു പമ്പിൽ ചെന്നാൽ ആളുകൾക്ക് എന്ത് ഇന്ധനം വേണമെന്ന് സ്വയം തിരഞ്ഞെടുക്കാം. അവർക്ക് സാധാരണ പെട്രോളോ അല്ലെങ്കിൽ 100% എഥനോളോ അടിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യയിൽ നിലവിൽ ആളുകൾക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. എല്ലാ പമ്പുകളിലും ഈ പെട്രോൾ നിർബന്ധിതമായി നൽകുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി, ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ ലഭ്യതയാണ്. എഥനോളിനും പെട്രോളും ഒരുപോലെ ഓടിക്കാൻ സാധിക്കുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ ബ്രസീലിൽ വ്യാപകമാണ്. അവിടെ വിൽക്കപ്പെടുന്ന 10ൽ 9 വണ്ടികളും ഈ സാങ്കേതിക വിദ്യ ഉള്ളവയാണ്. എന്നാൽ ഇന്ത്യയിൽ ഇത്തരം വാഹനങ്ങൾ ഇപ്പോഴും ശൈശവാവസ്ഥയിലാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം വിലയിലെ ഇളവുകളാണ്. ബ്രസീലിൽ ഉയർന്ന അളവിൽ എഥനോൾ അടങ്ങിയ ഇന്ധനങ്ങൾക്ക് സർക്കാർ വലിയ തോതിൽ സബ്സിഡി നൽകുന്നുണ്ട്. അവിടെ ശുദ്ധമായ എഥനോളിന് പെട്രോളിനേക്കാൾ 30% വില കുറവാണ്. അതുകൊണ്ട് തന്നെ മൈലേജ് കുറഞ്ഞാലും വിലക്കുറവ് വഴി ഉപഭോക്താക്കൾക്ക് അത് നഷ്ടമായി തോന്നില്ല. എന്നാൽ ഇന്ത്യയിലാകട്ടെ എഥനോൾ കലർത്തിയ പെട്രോളിനും നമ്മൾ സാധാരണ പെട്രോളിന്റെ അതേ വില തന്നെയാണ് നൽകുന്നത്. അതായത് കുറഞ്ഞ മൈലേജും വലിയ തുകയും നൽകേണ്ടി വരുന്ന ഇരട്ട പ്രഹരമാണ് ഇന്ത്യൻ ഉപഭോക്താക്കൾ അനുഭവിക്കുന്നത്. ഈ പ്രശ്നങ്ങളും ആശങ്കകളും മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ ചില പുതിയ തിരുത്തൽ നടപടികൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഇന്ധനത്തിൽ എഥനോളിന്റെ അളവ് 25% ഉയർത്താനുള്ള തീരുമാനം സർക്കാർ തൽക്കാലം നീട്ടിവെച്ചിരിക്കുകയാണ്. ഉപഭോക്താക്കളുടെ പരാതികളും വാഹന നിർമ്മാതാക്കൾക്ക് പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മാറാനും കൂടുതൽ സമയം വേണമെന്ന ആവശ്യം പരിഗണിച്ചാണ് ഇത്. പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവിൽ കൂടിയാണ് ഈ തീരുമാനം. അതേസമയം തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഉയർന്ന എഥനോൾ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വണ്ടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. കൂടാതെ രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിൽ E85 അഥവാ 85% എഥനോൾ ലഭ്യമാക്കുന്ന പ്രത്യേക റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ എഥനോൾ ഉപയോഗം കൂട്ടുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും അനിവാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ മാറ്റം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാകരുത്. ബ്രസീൽ ചെയ്തതുപോലെ ഉപഭോക്താക്കൾക്ക് ഇന്ധനം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. ഉയർന്ന എഥനോൾ ഇന്ധനങ്ങൾക്ക് സബ്സിഡി വഴി വില കുറച്ചു നൽകണം. കൂടാതെ പഴയ വണ്ടികളുടെ എഞ്ചിനുകൾ മാറ്റിയെടുക്കാനുള്ള ഫിറ്റിംഗ് കിറ്റുകളും കുറഞ്ഞ നിരക്കിൽ തന്നെ ലഭ്യമാക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഈ പച്ചയായ ഊർജ്ജ സ്വപ്നം പൂർണ്ണ അർത്ഥത്തിൽ വിജയിക്കുകയുള്ളൂ എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.